ദൈവങ്ങളെ എന്നെ കാത്തോളി. ഭയങ്കര ആവശ്യതയാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 1 അപ്പം ഞാനിന്ന് വീട്ടിൽ പോയെ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ പോണേൻ്റെ ഒരു വ്ലോഗ് എടുക്കാം. ഓക്കെ, സോ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ട് പോകണം. കാരണം എന്താ പറയുക, ഇവിടെ മഴ ആയതുകൊണ്ടിട്ട് ഇവിടെ പൊതുവെ ഹ്യൂമിഡിറ്റി ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മളിവിടെ വെച്ചിട്ട് പോണ സാധനങ്ങളൊക്കെ കുറച്ചാൾ യൂസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് പൂപ്പൽ പിടിച്ച പോലെ ഇരിക്കും. അത് ഭയങ്കരമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെഡലൊടിഞ്ഞ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 10 ദിവസം ഗ്യാപ്പെടുത്തെ പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കൂലേ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ പൂപ്പൽ പിടിച്ചേക്കണം. മറ്റൊരു വെള്ള കളർ സാധനം വരില്ല അത്. അപ്പം നമ്മൾ അതുകൊണ്ടിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് കെട്ടിപ്പൊന്നെടുത്ത് വെക്കണം. ആൻഡ് ഇന്നത്തെ ജേണി സൂപ്പറായിരിക്കും. ഫസ്റ്റ് തിങ് പുറത്ത് മഴയുണ്ട്. സെക്കൻഡ് തിങ് അത് ഇപ്പം പീരീഡ്സ് എനിക്കെന്ന് പറഞ്ഞാൽ പീരീഡ് ഇങ്ങനെ പ്രാന്ത് കയറും പീരീഡ്സിന്. പിന്നെ എൻ്റെ ട്രാവൽ ബാഗുകളൊന്നും ഉണ്ടായില്ല. അപ്പം എൻ്റെ ഫ്ലാറ്റ്മേറ്റിലുള്ള ചേച്ചീൻ്റെ ഒരു ക്യാരി ബാഗ് തന്നേക്കണേ. അപ്പം അത് പിടിക്കണം, ബാക്ക് പാക്ക് ഇടണം, എൻ്റെ നടുവും വയറക്കാം. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ദൈവങ്ങളെ എന്നെ കാത്തോളി. ഇതാണ് ഇപ്പം മൊത്തത്തിൽ എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ. പാക്കിംഗ് ഒക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. ഇതൊക്കെ ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. സാധനങ്ങളൊക്കെ അത്യാവശ്യം അടക്കി പറക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റ് ഒന്ന് കെട്ടി വെക്കണം. കെട്ടി വെക്കണം, എടുത്ത് വെക്കണം. പിന്നെ ഈ ചെടികളൊക്കെ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് വെക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കും. പിന്നെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഇനി ഒന്ന് അടിച്ച് വരാനുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ബാഗിലേക്ക് വെക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ബെഡ് നമുക്ക് ഒന്നും കൂടെ മടക്കി വെക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം കിടക്കാലോ. ക്ലീൻ ആക്കണമെങ്കിൽ എന്തായാലും മടക്കണം. ഇച്ചിരി അടിഞ്ഞൊക്കെയാണെങ്കിൽ കിടക്കുക കുറച്ച് നേരം. 1 മണി വെച്ചിട്ട് പോയാലേ ഈ ലൈറ്റ് ഇത് വെക്കാം. കാരണം ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് പോയത്. അപ്പൊ എങ്ങാനും വല്ല കാറ്റടി സാധനമൊക്കെ താഴെ പൊട്ടിക്കഴിഞ്ഞാൽ 4000-5000 രൂപ ഒറ്റയടിക്ക് പോകും. മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചേക്കണ ഷെൽഫ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. വേറെ നല്ലത് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. സോ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാണ്. അപ്പം പിന്നെ ഇതുകൂടെ ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഏതൊക്കെയോ പ്രൊഡക്റ്റ് ഫൗണ്ടേഷൻ എന്താണ്ടൊക്കെ താഴെ വീണിട്ട് ഇതൊക്കെ ഫുള്ളായേക്കണം എല്ലാത്തും. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വാങ്ങിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ അത്യാവശ്യമായിട്ട് ഇതൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ പോലും ഇത് ഒരെണ്ണം പോലും ഞാൻ തന്നെ ഇടൂല. എല്ലാവരും മിക്സ് ചെയ്തൊക്കെ ഇടുള്ളൂ. ഇതിനകത്ത് എൻ്റെ ഫേവററ്റ് ഏതാണെന്ന് അറിയോ? ഇത് ഇസ് മൈ ഫേവററ്റ്. പിന്നെ 2 ലിപ് ലൈനറും ഉണ്ട്. ഇതല്ല ഞാൻ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യണേ. ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ആയിരിക്കും ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യണേ. ലിപ് ബാം, എൻ്റെ ഫേവററ്റ് ലിപ് ബാം. ഇതും എൻ്റെ ഫേവററ്റ് ആണ്. ദയഗേട, രണ്ടും ദയഗേട തന്നെ. ഇത് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ലിപ് ബാം. പക്ഷേ ഇത് ഇഷ്ടമല്ല. മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. എന്തോരം ഞെക്കിയാലെന്നൊരു തന്നെ പണി നടക്കട്ടെ. കുറേ സ്ലൈഡുകളുണ്ട് എനിക്ക്. കണ്ടാ ആവശ്യമുള്ളപ്പോൾ ഒരെണ്ണം
നിങ്ങൾക്ക് പാട്ട് കേൾക്കണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പാട്ട് കേൾക്കണ്ട, അതാണ്. ഗൈസ്, ഞാൻ പാട്ടിൻ്റെ ഒരു ഈ സാധനം ചുണ്ടത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഇതാണ് എനിക്കിത് ഇഷ്ടമില്ലാത്ത. ഇത്രയും ഉണ്ടായിരുന്നു, അറിയണുണ്ടായിരുന്നു, പക്ഷെ നല്ല അടിക്കാനുള്ളതാ. അണ്ടർആംസിന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ഇത് വർക്ക് ചെയ്യുമെന്ന്, കാരണം ഞാനിത് മര്യാദക്ക് ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കണ്ടിന്യൂ ചെയ്യില്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ അതേ മറ്റേ സാധനം, ഇതിൻ്റെ പേര് രാസ്നാദി. ഇത് കുളി കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ തുമ്മൽ, ജലദോഷം മുതലായവ വരാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, ഇത് നമ്മൾ അടക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അതിനകത്തേക്ക്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ പൗച്ചാണ്, മേക്കപ്പ് പൗച്ച്, യുനോ. നമുക്ക് ആദ്യം സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കാം. നമ്മുടെ സെറം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നൈറ്റിൽ മോയ്സ്ചറൈസ് ചെയ്യണ സെറം, പിന്നെ വൈറ്റമിൻ സി, പിന്നെ ഫേസിൻ്റെ മോയ്സ്ചറൈസർ. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഇത് ഈ സാധനം കൊള്ളാട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെ റെഡി ആക്കി എൻ്റെ അടുത്ത് വെക്കാല് ഇതൊക്കെ. അതെ, നല്ലത്. ഹലോ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഐ ക്യാൻ. ഇതൊക്കെ താണ്ടി വീട്ടിലേക്ക് ഞങ്ങളുടെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചൂടുവെള്ളത്തിൽ കുളിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പോയാൽ മതി. ഇനി വെയിറ്റൊക്കെ ചുമന്ന് ഞാൻ എങ്ങനെ പോകും? ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഇതില്ലാത്ത കാരണം ഞാൻ ഫുഡ് ഓർഡർ ചെയ്തേക്കാണ്. ഇത് ഇവിടെ പൊതുവെ ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങി, ഫ്രൈഡ് റൈസ് എന്നല്ല, എല്ലാത്തിനും വില കൂടുതലാണ്, അതുപോലെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ച് കഴിച്ചിട്ട് രാത്രിയിലത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചായിരുന്നു, സീനായിരുന്നു. അപ്പം വാങ്ങിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ വരെയിരിക്കും ആള്. നല്ല ചൂടുണ്ട് കൊണ്ടുവരാൻ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട് സാധാരണ. വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ആണെങ്കിൽ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരിക്കും, മറ്റേ ഫാറ്റ് ഷെഫ് എന്ന് പറഞ്ഞിട്ട്. ഇതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ആൻഡ് എനിക്കിവിടുത്തെ ബിരിയാണീനേക്കാളും ഇഷ്ടം ഫ്രൈഡ് റൈസാണ്. ബിരിയാണി എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. ഫ്രൈഡ് റൈസ് ഈസ് മച്ച് ബെറ്റർ. നമ്മുടെയൊക്കെ അവിടെ മറ്റേ ഫ്രൈഡ് റൈസ് വാങ്ങിക്കുമ്പോൾ ടൊമാറ്റോ സോസ് മാത്രമല്ലേ കിട്ടുക. ഇവിടെ പൊതുവെ കടകളിൽ ഷെസ്വാൻ സോസ് കിട്ടും. അത് കൂടാണ്ട് ഇപ്പം ഇങ്ങനെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് സോസുകൾ, ടൊമാറ്റോ, സോയ, ചില്ലി. ഇത് 3 ഞാൻ യൂസ് ചെയ്യില്ല, വേറെ കാര്യം. റെഡിയാക്കി കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ്. എനിക്ക് നടുവേദന ഉണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതെങ്ങനെ പോകുന്നു പണ്ടാരം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ ഇതാണ് ഇട്ടേക്കണേ. 2 കാര്യമുണ്ട്. ഇതാകുമ്പോൾ ശരീരത്തിൽ അത്യാവശ്യം ചൂട് കിട്ടും. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് ശരീരത്തിന് ചൂടാണ് വേണ്ടത്. സോ ഒന്ന്. പിന്നെ ഈ പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോക്കറ്റ് ഉണ്ട്. സോ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ വെക്കാം. എപ്പോഴും ബാഗ് തുറക്കണ്ടല്ലോ. ഞാൻ ഇറങ്ങി. ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ട്. അതാണെങ്കിൽ അവിടെ ഒരു ഒടുക്കത്തെ കയറ്റം കയറാനുണ്ട്. ഞാൻ ചാവും മിക്കാറും. ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനെ കയറ്റണം. എൻ്റെ ഇപ്പം തന്നെ ഒരു സൈഡിൽ ഒടിഞ്ഞു. ആ കയറ്റം ഫുള്ള് ഞാൻ കയറി. സ്ട്രോങ്ങൊക്കെ
പക്ഷെ എനിക്ക് വേദന എടുക്കണം. എനിക്ക് പറ്റണ ഭയങ്കരമായിട്ട് ആവശ്യതയാണ് അമ്മ. നമുക്ക് കയറണ്ടേ? അയ്യോ, ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഗൈസ്, അവിടെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാർക്കണില്ലേ, പക്ഷെ എനിക്ക് കുറച്ചേരം ഇരിക്കണം എന്നുണ്ട്. ഇവിടെ സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ ബസ് വന്ന് പോയാലോ? അങ്ങോട്ട് പോലെ എന്തല്ലോ ഒട്ടും പറ്റണില്ലെങ്കിൽ നല്ല രീതിക്ക് നടുവേദന എടുക്കണ്ട്. ബസ്സിൽ കയറി സീറ്റ് കിട്ടിയാൽ മതി. ബസ് കിട്ടി നടുവേദന എടുത്ത് രക്ഷയില്ല. ഇത് മഡ്ഗവ് കടമ്പ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടും. സ്റ്റേഷൻ്റെ സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങി. ഇതുണ്ടോ? ഇത് ബാക്കിലെ കൂടി ഞാൻ മരിച്ചു. ഞാൻ അങ്ങോട്ട് കുറേ നടക്കാണ്ട്, കുറേ അല്ല അത്യാവശ്യം. നിങ്ങൾ വരെ ഫസ്റ്റ് ടൈം ഒക്കെയാണ് വന്നെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ടേക്കിംഗ് ബസ്. ബിക്കോസ് എന്താ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചീപ്പാണ്, അത്രേ ഉള്ളൂ. എത്തി, റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനി പടുകൂറ്റം കയറ്റം കയറാം ഞാൻ. എനിക്ക് നടക്കാൻ പറ്റില്ല. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ലോഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ബാത്റൂമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പൊതുവെ എടുക്കാറില്ല, പക്ഷെ ഇന്നിപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് നല്ല ബാത്റൂം വേണം, അതുകൊണ്ടിട്ട് അതെടുത്തേ. ഓക്കെ, സോ ഇവിടുത്തെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഫുഡ് മിറർ. സോ ഇതാണ് കേട്ടോ നമ്മുടെ ലോഞ്ച് എന്ന് പറയണത്. ഞാനിപ്പോൾ കയറി ഒരു സീറ്റ് എടുത്തു. ഞാൻ എടുത്തേക്കുന്ന ഈ സീറ്റിന് 100 രൂപയോ അങ്ങനെ എന്തോ ആണ്. സോ ദിസ് ഈസ് കംഫർട്ടബിൾ. നമ്മളിങ്ങനൊരു സിറ്റുവേഷനിലായതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു ബദാം മിൽക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടി കൊണ്ടുവന്നായിരുന്നു, ഒരു പിങ്ക് കളറ് കോക്കം ജ്യൂസ് എന്തോ പറഞ്ഞിട്ട്. പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയാത്ത അങ്ങനെ എടുത്തില്ല. ഇത് ബദാം മിൽക്കാണ്. നല്ല സാധനമാണ്. നല്ല കൊതിൻ്റെ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എന്തോ ഭാഗ്യം നമ്മൾ കയറി കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങിയത്. ഈ ബാഗും മഴയൊക്കെ കൂടി പൊളിച്ചാൽ ഇത് ഞാൻ പറയാം. ആ റെഡ് സീറ്റുകളില്ലേ, അതിന് വന്നിട്ട് 50 രൂപയോ 59 രൂപ അങ്ങനെ എന്തോ ആണ്. ഈ യെല്ലോ സീറ്റ് അല്ല ഓറഞ്ച് സീറ്റ്, ഇപ്പം നമ്മൾ ഇരിക്കുന്ന സീറ്റിന് വന്നിട്ട് 2 hours-ന് 100 രൂപ 118 രൂപ എന്തോ ആണ്. ആ സീറ്റിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്, കുറച്ചുകൂടെ കംഫർട്ടബിൾ സീറ്റ്. ബാക്കിൽ നമുക്കൊരു ബ്ലാക്ക് കളർ സീറ്റും കൂടി ഉണ്ട് അവിടെ. പിന്നെ മസാജിങ് സീറ്റ്സ്, അതിലും റേറ്റ് കൂടുതലാണ്. നമുക്ക് കൈൻഡ് ഓഫ് റിലാക്സിങ് എന്നുള്ള സെറ്റപ്പ് മതിയെങ്കിൽ ഇത് മതി. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റെഡിൻ്റെ കേസ് അതും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗൊക്കെ സേഫായിരിക്കും, നമുക്ക് നല്ല വാഷ്റൂം കിട്ടും. നമ്മളുടെ പ്ലാറ്റ്ഫോം പറഞ്ഞേക്കണത് ആപ്പിൽ 2 ആണ് കാണിക്കണേ, പക്ഷേ സ്റ്റേഷനിൽ 3 കാണിക്കണേ. അപ്പം എന്തായാലും ഇത് 2 ഇത് 3 ആണ്. അത് കുഴപ്പമില്ല, അപ്പുറത്തല്ലെങ്കിൽ ഇപ്പുറത്ത് ചാടി കയറാം. ഇവിടെ ഒരു പുള്ളിക്കാരൻ നോക്കിക്കൊണ്ടിരിക്കണുണ്ടോ? കൈൻഡ് ഓഫ് ശോകമാണ്. എന്താണ് മൈൻഡ് ചെയ്യാതിരിക്കണം. ആവശ്യത്തേക്ക് നോക്കി. എൻ്റെ 8ാമത്തെ സീറ്റാണ്.
ഞാൻ കയറി അപ്പുറത്താണ്. അപ്പം ഇവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നത്. നോക്കണം, നോക്കിയാൽ കടന്നു മോനെ. എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അടുത്ത പൂളിപ്പം മഴ പെയ്തു. ഇത് ഫുള്ള് സംസ്ഥാന തൊഴിലാളികളാണ്. സോ എല്ലാവരും ഇപ്പോൾ അവരുടെ സേഫ്റ്റി കാരണം അല്ലെങ്കിൽ ഒക്കെ 3 ടയറൊക്കെ യൂസ് ചെയ്യണം, നല്ലതാണ്. എല്ലാവരും അപ്ഗ്രേഡ് ആവട്ടെ. ലൈക്ക് കുട്ടികൾ കൊണ്ടൊക്കെ വരുമ്പോൾ അത് മറ്റേ സ്ലീപ്പറിലൊക്കെ കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടൂല, പല ആൾക്കാർ വന്ന് കയറും ഇരിക്കും. ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുക്കരുത്. ഇവർ തൃശ്ശൂർ ജോലിക്ക് പോണതാണ്. കൊള്ളാം. എൻ്റെ സീറ്റ് മുകളിലാണ്. ഞാൻ മുകളിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കയറി. ഇനി ഫുഡ് കഴിക്കണം. സ്പൂണിട്ട് കൊണ്ടുവന്നത് ആഷ് പൂശി കാണിക്കാനല്ല കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഉറങ്ങാലോ, എഴുന്നേറ്റ് കയ്യൊക്കെ കണ്ടല്ലോ. സമയം 4 കണ്ടായിട്ടുള്ളൂ കേട്ടോ. 4:30 നോക്കട്ടെ. ട്രെയിൻ ഡിലേയായിട്ടുണ്ട്. ഈ ട്രെയിൻ സ്വാഭാവികമാണ്. കണ്ടോ ശരിക്കും ഈ സമയത്ത് തൃശ്ശൂരെത്താറാവുന്നതാകുന്നു. വടകരക്ക് കിട്ടുന്നു. നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പം തിരൂർ കഴിഞ്ഞു. നമ്മൾ ഷൊർണൂർ തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൊർണൂർ കഴിഞ്ഞാൽ സേഫാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ഇല്ല, കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ, സേഫായിട്ട് എത്തായിരിക്കും. എനിക്ക് പേടിയാവുന്നില്ല, കിടക്ക് എന്തെങ്കിലും വെച്ച് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ഇപ്പോൾ സമയം 6 മണി. 8:12 ആകുമ്പോൾ ആലുവയിലെത്തുന്നതാണ് കാണിക്കണം. അതെ, സേഫായിട്ട് എത്തട്ടെ. കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ കേരളം എത്തിക്കൊണ്ടിരിക്കുകയല്ല, കേരളം എത്തി. ആലുവ എത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നേ. പെട്ടെന്ന് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ഒരു അനക്കം. അതിൻ്റെ ഉള്ളിലൊരു കൊച്ചെടുപ്പുണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ അതിൻ്റെ വീടിന് കാലെടുത്ത് വെച്ചാലും പണ്ടാരം കുഞ്ഞു കൊച്ചെടുപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്തൊരു ശാന്തസുന്ദരമായ പുഴ, എന്ത് ഭംഗി കാണാൻ. ഈ സെയിം സാധനമൊക്കെ ഇപ്പോൾ വയനാട്ടിൽ ഇരിക്കണ പേടിയാവണേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിലും ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ നേരം വെളുത്ത് വന്ന സമയത്ത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോർണിംഗ് പേഴ്സൺ. നേരത്തെ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുത്തിട്ട് പോയി. ഇത് ഞാൻ ഇന്നലെ കമ്പനിയായി കുട്ടിയാണ്. തൃശ്ശൂർ പണിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ അവർ ഷൊർണൂർ ഇറങ്ങണം. ഇനിയാണ് ഒറ്റക്കാം. ഷൊർണൂർ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കണോ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ട്രെയിൻ എടുത്താലോ. എനിക്ക് ഭയങ്കര പേടിയാണ് സീരിയസ് ആയിട്ടും. ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഞാനും ട്രെയിൻ എടുത്താലോ. അപ്പം തന്നെ ആ ഫാമിലി ഇറങ്ങി. പച്ചക്കളർ ഉണ്ടെന്തുട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എന്തുട്ടാ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഈ ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ട. ഇതിന് ഒരു ചുവയുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. 10 രൂപ. പിന്നെ ഒരു ഒറിയോ ഉണ്ട്, ചെറിയ കഴിക്കാൻ തോന്നണം. ചായ വന്നുണ്ട്, ഒരു ചായ വാങ്ങിക്കാൻ. कितना है कॉफ़ी को? कौन सा वाला अच्छा है, चाय या कॉफ़ी? कॉफ़ी अच्छा रहता है. वो भी अच्छा रहता है, तो कॉफ़ी दे दो. കോഫിയൊന്നും അല്ല, എന്നാൽ ചേട്ടൻ പറഞ്ഞേ. പിന്നെ എനിക്ക് പൊതുവെ
നോക്കട്ടെ. അതെ, ആലുവ ഇപ്പോൾ 7:33. ആലുവ കാണിക്കുന്നത് 8:20. അപ്പം ഏറെക്കുറെ 1 മണിക്കൂർ. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ, എനിക്ക് ഡബിൾസിന് വന്നേക്കണം. തടി വെച്ചിട്ട് കുറയ്ക്കും, ഞാനും വണ്ണം കുറയ്ക്കും. പക്ഷെ എപ്പോഴാന്ന് പറഞ്ഞൂടാ കുറയ്ക്കണം. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ പെഡലിനൊക്കെ ആയതുകൊണ്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റണല്ലോ. എനിക്ക് യോഗ ചെയ്തോളാൻ പറഞ്ഞു, പക്ഷെ ഒരു മൂഡ് കഴിഞ്ഞിട്ടുണ്ടായില്ല. ഇത്ര ദിവസം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ടിട്ട് എന്തോട്ടാ വർക്കൗട്ട് ചെയ്യാൻ എഴുന്നേക്കാൻ മടിയാവും. ബട്ട് ഇനി ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ ഇനി ആലുവിനടുത്ത സ്റ്റോപ്പിലൂടെ എന്തിനിപ്പോൾ നിർത്തിയിട്ടേക്കണേ? കാര്യം നല്ല വ്യൂ ആണ്. ബട്ട് സ്റ്റിൽ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് കിടക്കണം, കുളിക്കണം. ഇവിടുത്തെ ബസ് കയറും. കേരളത്തിൽ നല്ല ബസ്സുകളുണ്ട്, ഗോവയിലെ ബസ്സുകളുണ്ട്. ഇത്രയുള്ളൂ കുഞ്ഞു കുഞ്ഞു ബസ്സുകളാണ്, കുഞ്ഞു പക്ഷേ എനിക്കിഷ്ടമാണ് അതും. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ അങ്ങനെയാണ്, ഒരു വൃത്തിമേനയില്ലാത്തൊക്കെയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. നമ്മുടെ കേരളത്തിൽ അത്ര വൃത്തിയുള്ള ബസ്സൊക്കെ കിട്ടണം. നമ്മളതായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ. അപ്പം എന്താ അത്രയുള്ളൂ. അപ്പോൾ ബസ്സിനൊക്കെ കയറി പോകാനുള്ള എന്തായാലും വെയിലൊക്കെ കൊള്ളുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സൺസ്ക്രീമും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് വേറെ റെഡി ആയതൊന്നുമില്ല. ഇന്നലെ എഴുതിയ കണ്ണൊക്കെ തന്നെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഈശ്വര സാരല്ല, സ്റ്റിൽ സുന്ദരി മുഹൂർത്തത്തിൽ ചാർജ് ചെയ്യാറായിരുന്നു എൻ്റെ ഫോണില്ല. ബാക്കി ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ദിസ് ബാഗ് ഈസ് ഫുൾ ഓഫ് ചാർജേഴ്സ്. അങ്ങനെ നമ്മൾ ആലുവെത്തി ഗോയ്സ്. ഓക്കെ, അപ്പോൾ ആലുവെത്തി. അച്ഛൻ വരാൻ പറ്റിയിട്ടുണ്ട്. അച്ഛനും മാമിയും കൂടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കയറ്റാൻ പറ്റൂല, എന്താണ് തിരക്കാവും, ബാക്കിൽ വണ്ടി ബ്ലോക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് കയറ്റാൻ പറഞ്ഞു. സോ ഞാൻ പുറത്തേക്ക് പോകണം. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.